സ്റ്റേറ്റിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഒരു തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ശരാശരി 50-60 രൂപ 70 രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോൾ 1500-2000, ചിലർക്ക് 2000-2500 രൂപ അവരുടെ ശമ്പളത്തിൽ വർധനവ് വന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഒന്നിപ്പോൾ ഗ്രാമവണ്ടി എന്നുള്ള കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവനയാണ്. അത് നമ്മളെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാം. ഇടതു മുന്നണി ചെയ്തൊരു കാര്യം എം.വി. ഗോവിന്ദൻ മാഷുള്ളപ്പോഴാണ് ചെയ്തത്, ആന്റണി രാജു ഉള്ളപ്പോഴാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവരുടെ പേര് പറയുന്നതിനോ സ്വാഗതം ചെയ്യുന്നതിനോ ഒന്നും ഇതിപ്പോൾ ഈ ബസ് എന്ന് പറയുന്നത് ഒരു വലിയ കാറിൻ്റെ വിലയുള്ളൂ. ഞാൻ പരിഹസിക്കാനൊന്നും പറയല്ല. അതിന് മുമ്പുണ്ടായിരുന്ന വലിയ സർക്കാർ കാറുകളുടെ ഉണ്ടെങ്കിൽ 2 ബസ് മേടിക്കാം. ആ ബസ്സിൻ്റെ മുകളിൽ നിരവധി വർഷങ്ങൾ നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ ഞങ്ങൾക്ക് ബസ് മേടിക്കേണ്ട പൈസ ഇല്ലല്ലോ. ഇനി ഗ്രാമവണ്ടിയെ തന്നെ ഒന്നുകൂടെ പരിഷ്കരിക്കാം. അപ്പോൾ അവർ വണ്ടി ഓടിക്കുന്നത് ഞങ്ങളാണ്, ഡീസലിൻ്റെ പൈസയാണ് തരുന്നത്. അതിലെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് ആളുകളെ കൊണ്ട് ഒരു വണ്ടി സ്പോൺസർ ചെയ്താൽ 1000 വണ്ടി. നമ്മളിപ്പോൾ ചുമട്ട് തൊഴിലാളികളെ കുറിച്ച് പരാതികൾ പറയും. പക്ഷെ ഒരു വനിതയെ ആരെങ്കിലും ഒരു ജംഗ്ഷനിൽ വെച്ച് എന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറി അവിടെ ചുമട്ടുകാരിടപെടില്ലേ, ഓട്ടോറിക്ഷക്കാരിടപെടില്ലേ, ടാക്സിക്കാരിടപെടില്ലേ? അപ്പോൾ നമ്മൾ തൊഴിലാളിയെ വിശ്വാസത്തിലെടുക്കാം. പിന്നെ തൊഴിൽ പ്രശ്നങ്ങളിൽ അവർ രൂക്ഷമായി സംസാരിക്കുക, അവരുടെ കൂലിയുടെ കാര്യം വരും. അത് യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അയാൾ വന്ന് മരിച്ചു. അയാളുടെ കുട്ടികൾ നടക്കുകയാണ് ജോലിക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് എന്താ? 711 ഉറുപ്പിക്ക് നീ വേണമെങ്കിൽ അല്ല പെട്രോൾ അടിക്കാൻ തന്നോളാൻ. അപ്പോൾ അവർക്ക് 711 711 അങ്ങനെ വരുന്ന 115 ആളുണ്ട്. അവരുടെ തല പോയാലും ഞാൻ എടുക്കും. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൊതു ഉപയുക്ത സ്ഥാപനം, ഒരു പബ്ലിക് യൂട്ടിലിറ്റി കേരളത്തിലെ സ്ത്രീകൾക്ക് വരുമാനം അല്ലെങ്കിൽ അവരുടെ പ്രായപരിധി ഒന്നും നോക്കാതെ ആദ്യമായി സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു സൗജന്യം ഏർപ്പെടുത്തുകയാണ്. അത് കേരളത്തിലെ KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ ജൂൺ മാസം 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അത് UDF സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയിരുന്ന ഒരു വാഗ്ദാനമാണ്. അപ്പോൾ അതിനെ ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ CP ജോണാണ്. അദ്ദേഹം ആദ്യമായി വിജയിച്ച് നിയമസഭയിലേക്ക് വന്ന് അദ്ദേഹം ആദ്യമായി മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനം തന്നെ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ CP ജോൺ തന്നെ ETV ഭാരതിനൊപ്പം ചേരുന്നു. സ്വാഗതം ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അങ്ങ് കുറേയൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ അങ്ങ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഇതൊരു ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സൗജന്യം എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് സമീപിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക്, ഈ സ്ത്രീ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതെങ്ങനെ ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ള നിലയിലാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തുക, അവരുടെ അന്തസ്സ്. സ്റ്റേറ്റ് അവരോടൊപ്പമുണ്ട്. നമ്മൾ അവൾക്കൊപ്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ ശരിക്കും ഇപ്പോൾ അവൾക്കൊപ്പമാണ്. ആ ഡിഗ്നിറ്റി ഉയർത്തുന്നതോടൊപ്പം തന്നെ സ്ത്രീകളുടെ, പ്രത്യേകിച്ചും പണിയെടുത്ത് ജീവിക്കുന്ന വർക്കിംഗ് വിമൻ, അവരുടെ യഥാർത്ഥ കൂലി വർദ്ധിപ്പിക്കുക. നമ്മൾ കൂലി വർദ്ധിപ്പിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഒരു തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ശരാശരി 50-60 രൂപ 70 രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോൾ 1500-2000, ചിലർക്ക് 2000-2500 രൂപ അവരുടെ ശമ്പളത്തിൽ വർധനവ് വന്നിരിക്കുന്നുവെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ പണം വീണ്ടും ഇക്കോണമിയിലേക്ക് തിരിച്ചല്ലോ. കാരണം ആ പണമൊന്നും അവർ ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവർ ആ പണം കൊണ്ടൊരു ചിട്ടി കൂടിയത് അവർ അടച്ചു തീർക്കും, അല്ലെങ്കിൽ കുടുംബശ്രീ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു വിൻഡോ നമ്മൾ തുറക്കുകയാണ്. നമ്മളെപ്പോഴും സാധാരണക്കാരുടെ കയ്യിലെ 2000 രൂപ പണക്കാരൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയെക്കാളും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഒന്നാമത്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത് റേഷൻ അരി, അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആളുകൾ ഇപ്പോൾ കളിയാക്കുന്നുണ്ട്, 14 പ്രശ്നം വരി. ഞാനത് പറഞ്ഞു തന്നെയാണ്. സ്റ്റേറ്റിന് പ്രോട്ടീൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ.
കാർബോഹൈഡ്രേറ്റേ കൊടുക്കാൻ കഴിയും. നമ്മൾ അരി എന്ന് പറയുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാറ്റിനും വില തീപിടിച്ച വിലയാണ്. ഇപ്പം മീൻ പോലും ആളുകൾക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത വിലയാണ്. ഒരു കാലത്ത് നമ്മൾ നന്നായിട്ട് മീൻ കഴിക്കുമായിരുന്നു. ഇപ്പം മീനിന് വലിയ വില കൊടുക്കണം. അപ്പം അത്തരത്തിലുള്ള ഫുഡ് അവർക്ക് 1 കിലോ ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ചെറിയ പൈസയാണല്ലോ അത്. ശേഷി മാസത്തിൽ 1-2 കിലോ ഇറച്ചി, മുട്ട തുടങ്ങിയ സാധനങ്ങൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്നാണ് അതിന് സാങ്കേതികമായിട്ടൊക്കെ പറയുക. ഞാനതിനെ വലിയ പർവ്വതീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ഫുഡിൻ്റെ പാറ്റേണിൽ ഒരു ചെറിയ മാറ്റം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നൊന്ന്, ഇവർ കഴിക്കുന്ന ഗുളികകൾ, പ്രത്യേകിച്ച് അവരുടെ രക്ഷാകർത്താക്കൾ, പിന്നെ അവരുടെ കുട്ടികൾ, അവർക്കൊക്കെ അസുഖം വരുമ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷം വന്ന് മൂക്കടപ്പ് വന്ന് അത് ചുമയായി അത് ക്രോണിക്കായി കൊണ്ടു നടക്കുന്നതിന് പകരം അപ്പം തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചത് ഇങ്ങനെയുള്ള ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു ദിവസം 100 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു മാജിക് എമൗണ്ടാണ്. ഇത് സ്റ്റേറ്റ് അവർക്ക് പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ പോകുന്നവർക്ക്. പക്ഷേ എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ഈ KSRTC പെനിട്രേഷൻ, KSRTCയുടെ വണ്ടികൾ ധാരാളമായിട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ആ ഗുണം ഇപ്പോൾ കിട്ടുന്നത്. ബാക്കിയും പൊതുഗതാഗതത്തിലെ സ്ത്രീകളുടെ യാത്ര അതിനെ സബ്സിഡൈസ് ചെയ്യുക എന്ന നയമാണ്. ആ നയത്തിൻ്റെ UDFൻ്റെ ശ്രീ VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ നയം KSRTCയിലൂടെ നടപ്പാക്കും. ഒരിക്കലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമായി, ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗജന്യമായിട്ട് ഇതിനെ കണക്കാക്കേണ്ട കാര്യമില്ല. മറിച്ച് ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിന്, അവർക്കൊരു ശാക്തീകരണം. അത് നമ്മൾ പറഞ്ഞു പഴകിയ ഒരു വാക്കാണ്. എങ്കിൽ പോലും സ്ത്രീകൾക്ക് കൂടുതൽ ഉണർവ് കൊടുക്കാൻ, പിന്നെ അവർക്ക് നോക്കാൻ ആളുണ്ട്. ജനാധിപത്യ പഠനങ്ങളിലൊക്കെ കാണുന്ന ഒരു വാക്കാണ് ട്രസ്റ്റ് ഇൻ ഡെമോക്രസി. അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴും സ്ത്രീകൾ തന്നെയാണ് അത് പറയുക. അപ്പോൾ ആര് വന്നിട്ട് എന്താ കാര്യം? എൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആര് വന്നോട്ടെ. അത് മാറ്റം വന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി അമ്മമാരും പച്ചക്കറി വിൽക്കാൻ പോകുന്ന ആളുകളും, അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആളെ സഹായിക്കാൻ പോകുന്ന ആളുകളും, ഷോപ്പിൽ പോകുന്ന ആളുകളും ഒക്കെ വലിയ ഉണർവുണ്ടാവും. ഈ നമ്മുടെ ധവളപത്രം പുറത്തു വന്നു കഴിഞ്ഞപ്പം ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രൈവറ്റൈസേഷനിലേക്ക് ഗവൺമെൻറ് നീങ്ങാനുള്ളതിൻ്റെ ഒരു ചുവടുവയ്പ്പാണ് ഈ ധവളപത്രം എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള അതിനകത്ത് ചില പരാമർശങ്ങൾ എടുത്തു കാണിച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിനെ ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കുന്നതിലേക്കുള്ള ഒരു നടപടിയായിട്ടാണ് ഈ KSRTC ഇപ്പം തന്നെ നഷ്ടത്തിലോടുന്ന KSRTC തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തകർത്ത് അതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള ഒരു നയമാണെന്നുള്ളതാണ് ഇപ്പോൾ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് വ്യാപകമായി. സൈബർ ഹാൻഡൊന്നും നോക്കാറില്ല. എന്തായാലും അങ്ങനെ ഒരു ഹാൻഡ് ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞു തന്നെ പരസ്പര വിരുദ്ധമാണല്ലോ. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇപ്പോൾ 120 കോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് 80 കോടിയായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്. അതിപ്പോൾ 185 കോടിയായിട്ട് കൂട്ടുക ചെയ്യുന്നു. എൻ്റെ ഈ പ്രസ്താവനയിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പെർ ഡേ കാൽക്കുലേഷൻ അതൊക്കെ നമ്മൾ ഒരു ദിവസം ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് 2 കോടി ഉറുപ്പിക നഷ്ടം വരും. അതിപ്പോൾ നോക്കാം എങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ അങ്ങ് പ്രഖ്യാപിച്ചനുസരിച്ച് ഒരു 6-7 ഇനം ഓർഡിനറി സർവീസുകളിലാണ് അങ്ങിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ നമ്മുടെ തന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു സുപ്രധാനമായ ഒരു ആവശ്യം ഞാൻ അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്തുകയാണ്. അത് പറയുന്നത് ഇപ്പോൾ സിറ്റിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടുന്ന സിറ്റി ഫാസ്റ്റ് ബസ്സുകളാണ്. അപ്പോൾ അതിനെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കുക. സിറ്റി ഫാസ്റ്റ് വലിയ ചാർജുള്ള ഒരു ഇതല്ല, നമ്മുടെ സിറ്റി സർവീസിൻ്റെ ഭാഗമായിട്ട് ഓടുന്ന വണ്ടിയാണ്, അതിന് വലിയ ഇതില്ല. അപ്പോൾ അതിൽ കൂടെ ഇത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായി മാറും എന്നുള്ള ഒരു അതൊക്കെ നമുക്ക് പരിശോധിക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വരുമരായകൾ നോക്കിയിട്ട് പരിശോധിക്കാൻ തന്നെയാണല്ലോ നമ്മുടെ തീരുമാനം. തീർച്ചയായിട്ടും അതിനകത്തൊരു അനുകൂലമായ തീരുമാനം. നമ്മൾ കൂട്ടി വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റില്ല. എല്ലാവർക്കും കൊടുത്തു, ഇനി 6 മാസം കഴിയുമ്പോൾ ഓർഡിനറിക്കേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പം ഇത് വേറെ ഈ നമ്മുടെ ഓർഡിനറി ഫാസ്റ്റുകളിലേക്ക് അല്ലാതെ നമുക്ക് നോക്കാം, ഘട്ടം ഘട്ടമായി അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള
ഈ വൈവിധ്യവൽക്കരണ പദ്ധതികളിലൂടെ നമുക്ക് KSRTC കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ? അതെ, നോൺ ഫെയർ ഇൻകം എന്നുള്ളതാണ്. ആ ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് അതെങ്ങനെയൊക്കെയാണ്? അതിപ്പോൾ രണ്ട് തരത്തിലാണ്. പല ഓപ്ഷൻസ് നമ്മളിപ്പോൾ എയർ ചെയ്തിട്ടുണ്ട്. ഒന്നിപ്പോൾ ഗ്രാമവണ്ടി എന്നുള്ള കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവനയാണ്. അത് നമ്മളെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഇടതു മുന്നണി ചെയ്തൊരു കാര്യം എം.വി. ഗോവിന്ദൻ മാഷ് ഉള്ളപ്പോഴാണ് ചെയ്തത്, ആന്റണി രാജു ഉള്ളപ്പോഴാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവരുടെ പേര് പറയുന്നതിനോ സ്വാഗതം ചെയ്യുന്നതിനോ ഒന്നും ഒരു വിഷമമില്ല. അതിപ്പോൾ 58 എണ്ണേ ഉള്ളൂ. അതൊരു 500 ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. പുതിയ പഞ്ചായത്തുകളും വന്നല്ലോ. അപ്പോൾ ആ പഞ്ചായത്തുകൾ ആക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഗുണമുണ്ട്. ഗ്രാമവണ്ടിക്ക് ഫ്രീ ആണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രാമവണ്ടിക്ക് സ്ത്രീകൾക്ക് ഫ്രീ അല്ലേ. അപ്പോൾ അവർക്ക് സ്ത്രീജനങ്ങൾക്ക് കൊടുക്കുന്ന അവരുടെ നീക്കി വയ്ക്കുന്ന ഒരു പണം ഉണ്ടല്ലോ, അതിലൂടെ തന്നെ വേണമെങ്കിൽ ഗ്രാമവണ്ടി കൊണ്ടുവരാം. അല്ലെങ്കിൽ അവർക്ക് വിമൻ ഓൺലി ഓടിക്കണമെങ്കിൽ ഓടിക്കാം. അവരുടെ ഇഷ്ടമാണ്. വണ്ടി നമ്മൾ കൊടുക്കാം. അപ്പോൾ അവരുടെ വനിതാ ഘടക പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്താമോ എന്നുള്ളത് വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പ്ലാനിംഗ് ബോർഡിൻ്റെയും തീരുമാനം വരേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ ഈ ബസ് എന്ന് പറയുന്നത് ഒരു വലിയ കാറിൻ്റെ വിലയുള്ളൂ. ഞാൻ പരിഹസിക്കാനൊന്നും പറയല്ല. അതിന് മുമ്പുണ്ടായിരുന്ന വലിയ സർക്കാർ കാറുകളുടെ ഉണ്ടെങ്കിൽ 2 ബസ് മേടിക്കാം. മനസ്സിലായോ? ഒരാൾക്ക് പോകാനായിട്ടുള്ള ഒരു കാറ് വാങ്ങിക്കുന്ന വിലയ്ക്ക് നമുക്ക് 2 കാറ് വാങ്ങിക്കാം. സോറി, 2 ബസ് വാങ്ങിക്കാം. അപ്പം വ്യക്തികൾക്ക് ഇത് വാങ്ങിച്ച് നമുക്ക് തരാം, സ്ഥാപനങ്ങൾക്ക് തരാം, നിങ്ങളുടെ ടെലിവിഷന് വേണമെങ്കിൽ തരാം. ഒരു ബസ് ആലോചിക്കണം. ഇപ്പൊ നിങ്ങളുടെ പരസ്യം തരാം. ആ ബസ്സിന്റെ മുകളിൽ നിരവധി വർഷങ്ങൾ നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ ഞങ്ങൾക്ക് ബസ് മേടിക്കേണ്ട പൈസ ഇല്ലല്ലോ. ഇനി ഗ്രാമവണ്ടിയെ തന്നെ ഒന്നുകൂടെ പരിഷ്കരിക്കാം. ഇപ്പോൾ അവർ വണ്ടി ഓടിക്കുന്നത് ഞങ്ങളാണ്, ഡീസലിൻ്റെ പൈസയാണ് തരുന്നത്. അതിലെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് ആളുകളെ കൊണ്ട് ഒരു വണ്ടി സ്പോൺസർ ചെയ്യിച്ചാൽ ഏതാണ്ട് 1000 വണ്ടിയായില്ലേ. ഞാൻ ഈ 1000 വണ്ടി മേടിക്കാൻ മാർക്കറ്റിൽ ഇറങ്ങി നടക്കണ്ടല്ലോ. അതാണല്ലോ വലിയൊരു പ്രശ്നം. അപ്പോൾ എങ്ങനെ? അപ്പോൾ 2 ഘടകങ്ങളാണ്. ഒന്ന് ഡീസെൻട്രലൈസ് ചെയ്യുക, അതേപോലെ തന്നെ ജനകീയമാക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം, ഇതാണ് മുദ്രാവാക്യം. അധിക വരുമാനം, ഇതാണ് 3 കാര്യങ്ങൾ. പിന്നെ നമ്മളിതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരികയാണ്. അഡ്മിനിസ്ട്രേഷൻ പെർസെ അല്ല, ഒന്ന് ട്രേഡ് യൂണിയനുകളുള്ള സമീപനം. ഇതിനു മുമ്പുള്ള പല മന്ത്രിമാരും, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്കൊക്കെ ട്രേഡ് യൂണിയൻ അലർജി ആയിട്ടുള്ള ചിലരുണ്ടായിരുന്നു. ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. അത് ഞങ്ങൾ 2 പേരും ട്രേഡ് യൂണിയൻ നേതാക്കളാണ് എന്നുള്ളത് ഒരു പ്രചാരമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ FSCTയിലെ അംഗീകാരമുള്ള യൂണിയൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. ഇവിടെ സ്റ്റേറ്റ് കാർഷിക വികസന ബാങ്കിലെ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ജനറൽ സെക്രട്ടറിയാണ്. നിരവധി യൂണിയനുകളുടെ പ്രസിഡന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ HMSൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. HMS ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിക്ക് ഞാൻ പോവുകയാണ് 27-ാം തീയതി. വേറെയും ഡൽഹിയിൽ കുറച്ച് അപ്പോയിൻമെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു തൊഴിലാളി യൂണിയനുകളോട് സ്നേഹമല്ലാതെ യാതൊരു അലർജിയില്ല. അപ്പോൾ അവർ സഹകരിക്കണം. അവർ നന്നായി സഹകരിക്കുന്നുണ്ട്. ഇവിടെ CITUവിൻ്റെ നേതാക്കന്മാർ വരുന്നുണ്ട്, BMSൻ്റെ ആളുകൾ വരുന്നുണ്ട്. INTUC പിന്നെ അവർക്ക് അവരുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പെൻഷൻ സംഘടനകൾ വരുന്നുണ്ട്. അവരോടെല്ലാം അയവേറിയ സമീപനമാണ് നമ്മൾ എടുക്കുക. അതേസമയം ഈ ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് MLA-മാർക്ക് ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പം തന്നെ 15-ാം തീയതി എല്ലാ സ്ഥലത്തും സമാന്തര ഉദ്ഘാടനങ്ങൾ നടക്കും. MLA-മാരും MP-മാരും ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, അവിടുത്തെ പഞ്ചായത്തോ മുനിസിപ്പൽ അംഗം, ഇപ്പം തമ്പാനൂരാണെങ്കിൽ തമ്പാനൂർ സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്തെ കോർപ്പറേഷൻ കൗൺസിലർ, മേയർ, MLA, MP, രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളുടെ നേതാക്കന്മാർ, അപ്പോൾ അവരെല്ലാം വെച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ രൂപരേഖ. എക്സാക്ട്ലി PTA പോലെ, സ്കൂളുകൾക്ക് പാരന്റ് ടീച്ചർ അസോസിയേഷൻ പോലെ, ആശുപത്രികളിൽ നമ്മുടെ ഹോസ്പിറ്റൽ
ഡെവലപ്മെന്റ് കമ്മിറ്റി പോലെ. അപ്പം അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ തന്നെ ഇറങ്ങി അവര് തന്നെ പരിഹരിക്കും. അപ്പം നമ്മളത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു ഡെപ്പോയിൽ ഇപ്പൊ ഞാൻ ഈയിടെ മഹേഷായിട്ട് സംസാരിച്ചു. കരുനാഗപ്പള്ളിയുടെ ഏറ്റവും പ്രധാന ഭാഗത്താണ് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ്, അറിയാലോ. അവിടത്തെ ഒരു ടോയ്ലറ്റ് കേട് വന്നാൽ അവിടെ അത് നന്നായി കൊടുക്കാൻ തയ്യാറുള്ള എത്രയോ സ്ഥാപനങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വലിയ, ഞാൻ ഉദാഹരണം പറയുകയാണ്. അവിടെയുള്ള ക്ലോസറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് അവരുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പേര് എഴുതി വെക്കാൻ ആൾ ക്യൂ നിൽക്കും ആളുകൾ, അല്ലേ? അപ്പൊ ആ തരത്തിൽ നല്ല ഉത്സാഹശാലികളായിട്ടുള്ള MLA-മാർ നമുക്കുണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവർ വരട്ടെ, അവർ വരികയാണെങ്കിൽ നമുക്ക് അവരെ നല്ല രീതിയിൽ അങ്ങനെ ഒരു വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യം നമ്മൾ. അപ്പൊ നമ്മൾ ലോക്കൽ ഗവൺമെന്റുകളെ ഉപയോഗിക്കും, അതേപോലെ തന്നെ MLA-മാർ ജനപ്രതിനിധികളെ ഉപയോഗിക്കും, MP-മാർ MLA. കമ്മിറ്റിക്ക് പേര് വല്ലതുമായോ? പേരായിട്ടില്ല എങ്കിലും ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് എന്നോ കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടാം. അതിപ്പോ പേരൊന്നും ആയിട്ടില്ല, അത് സർക്കാർ വരുന്നേ ഉള്ളൂ. മനസ്സിലായി. അതുപോലെ തന്നെ ഇതൊക്കെ പടപെടാൻ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഈ KSRTC-യിലെ ജീവനക്കാരുടെ പെരുമാറ്റം യാത്രക്കാരെടുത്ത് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ വളരെ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം. ഇപ്പം രാത്രിയിൽ ഒരു വണ്ടി കൈയാണിച്ച് കയറുന്ന ഒരാളിന് ഒരു സ്റ്റോപ്പിൽ ആ വണ്ടി നിർത്തില്ല എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ആളിന് രാത്രി ചിലപ്പം 12 മണിക്ക് ഒരു 5 കിലോമീറ്റർ ദൂരെ വേറൊരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്ത സ്ഥലത്തുകൊണ്ട് ഇറക്കി വിടുന്നത് ശരിയായ നടപടി അല്ല. അതൊക്കെ രണ്ട് അനുഭവം ഉണ്ടല്ലോ. ഇറക്കി വിട്ടവരും ഉണ്ട്, ഇറങ്ങി നിന്ന കുട്ടിയുടെ കൂടെ നിന്നവരും ഉണ്ട്. അതൊരു തൊഴിലാളി തന്നെയല്ലേ ചെയ്തത്. ഒരു പെൺകുട്ടി ഇറങ്ങിയപ്പോൾ ആ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ വന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്തത് അവര്? കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരോടെ കൊന്നില്ലേ? അപ്പോൾ നമ്മളതും കാണണ്ടേ, നല്ലതും നമ്മൾ കാണണ്ടേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈവർ, ഒരു 1.5 വയസ്സായ കുട്ടി നമ്മളെ മലപ്പുറം ജില്ലയിൽ കളിച്ച് റോഡിന് അടുക്കെത്തി. വൈറലായ വീഡിയോ ആയിരുന്നു, അല്ലേ? അപ്പം ഡ്രൈവർ തൊഴിലാളികളല്ലേ അവരല്ലേ രക്ഷിച്ചത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവരുടെ ഒരു മനോഭാവം മാറിയാൽ ഒന്ന് ചവിട്ടിയാൽ നിൽക്കാന്നുള്ള സാധനം. നമ്മളിപ്പോൾ ചുമട്ട് തൊഴിലാളികളെ കുറിച്ച് പരാതികൾ പറയും, പക്ഷെ ഒരു വനിതയെ ആരെങ്കിലും ഒരു ജംഗ്ഷനിൽ വെച്ച് എന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറി അവിടെ ചുമട്ടുകാരിടപെടില്ലേ, ഓട്ടോറിക്ഷക്കാരിടപെടില്ലേ, ടാക്സിക്കാരിടപെടില്ലേ? അപ്പം നമ്മൾ തൊഴിലാളിയെ വിശ്വാസത്തിലെടുക്കാം. പിന്നെ തൊഴിൽ പ്രശ്നങ്ങളിൽ അവർ രൂക്ഷമായി സംസാരിക്കുക, അവരുടെ കൂലിയുടെ കാര്യം വരുമ്പോൾ അതൊക്കെ എനിക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുക. അതായത് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് KSRTC ആണ്, ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി രൂപീകരിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും? അതെ, ഇതിന് പൊതുമേഖലയാണെങ്കിൽ പൊതുമേഖല, സ്വകാര്യ പൊതുമേഖല വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. ജോയിന്റ് ആയിട്ടുള്ള അല്ല, സ്വകാര്യ മേഖലയെക്കാളും മോശമായ പൊതുമേഖല എന്തിനാ? പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്ക് മാതൃകയാവണം, നല്ല മാതൃകയാവണം. ചീത്ര മാതൃകയാണിപ്പോൾ, അല്ലേ? ഇപ്പൊ ഞാനിപ്പോ പിന്നെ മരിച്ചുപോയ തൊഴിലാളികളുടെ മക്കളെ എടുക്കാനുള്ള നടപടി ആരംഭിച്ചു. 10 വർഷമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പല പരാതികളും ചില യൂണിയൻ ലീഡേഴ്സൊക്കെ ഏതെന്നുള്ളതല്ല, ഇപ്പോൾ വേണോ കുറച്ച് വേണം പോരെ. ഞാൻ ചോദിച്ചു, ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡ്രൈവർ ബസ് ഓടിച്ചു പോകുമ്പോൾ വണ്ടിക്ക് തീ പിടിച്ചു. ഡ്രൈവർക്ക് ഈ ബസ്സിൽ നിന്ന് ചാടാൻ ഏറ്റവും എളുപ്പമാണ്, അല്ലേ? ഡ്രൈവർ യാത്രക്കാരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അയാൾ യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അയാൾ വന്ന് മരിച്ചു. അയാളുടെ കുട്ടികൾ നടക്കുകയാണ് ജോലിക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് എന്താ? 711 ഉറുപ്പിക്ക് നീ വേണമെങ്കിൽ അല്ല പെട്രോൾ അടിക്കാൻ തന്നോളാൻ. അപ്പൊ അവർക്ക് 711 711 അങ്ങനെ വരുന്ന 115 ആളുണ്ട്. അവരെ തല പോയാലും ഞാൻ എടുക്കും. 115 പേർക്ക് എന്തായാലും ആദ്യഘട്ടത്തിൽ കൊടുക്കും, തീരുമാനിച്ചിരിക്കും. എന്തായാലും ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം എടുത്ത തീരുമാനം.